നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഭരണഘടനയുടെ 75-ാം വാർഷികം ആ മഹത്തായ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി 2 ദിവസം ലോക്സഭയിലും 2 ദിവസം രാജ്യസഭയിലും പ്രത്യേകമായി ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. ഭരണഘടനയുടെ 75-ാം വാർഷികം പരിമിതമായ ചടങ്ങുകൾ കൊണ്ട് അവസാനിപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രമിച്ചതെങ്കിൽ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 75-ാം വാർഷികം അത് പാർലമെൻറ്റിൽ അതൊരു ഡിബേറ്റ് ആക്കണം. 75 വർഷക്കാലത്തെ രാജ്യത്തിന് കൈവരിച്ച നേട്ടങ്ങൾ, ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നതിന് ഉണ്ടായ ആധാരമായ കാര്യങ്ങൾ, ഭരണഘടനാ ശില്പികളെയും അതുപോലെ തന്നെ ഭരണഘടനാ സമിതിയിൽ അംഗങ്ങളായിരുന്ന നേതാക്കന്മാരെയൊക്കെ അനുസ്മരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദി അത് പാർലമെൻറ്റാണ്. അതുകൊണ്ട് പാർലമെൻറ്റിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടത് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് സ്പീക്കറോട്, ലോക്സഭാ സ്പീക്കറോടും അതോടൊപ്പം തന്നെ രാജ്യസഭാ ചെയർമാനോടും ആവശ്യപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ അത് അവകാശപ്പെടാൻ കഴിയൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുവാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറെയും അതോടൊപ്പം തന്നെ ഭരണഘടനാ സമിതി അംഗങ്ങളെയും തീരുമാനിച്ചത്. അവർ ഉണ്ടാക്കിയ ഇന്ത്യയുടെ ഭരണഘടന അത് ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടനയാണ്. ആ ഭരണഘടനയിലൂടെയാണ് ഇന്ത്യ 75 വർഷം പിന്നിട്ടത്. നാം ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും ഭരണസ്ഥിരതയായിരുന്നാലും അതോടൊപ്പം തന്നെ രാജ്യം കൈവരിച്ച എല്ലാ നേട്ടങ്ങളും നമ്മുടെ ഭരണഘടനയിൽ നിന്നുകൊണ്ടാണ്. BJP എക്കാലത്ത് ഇന്ത്യൻ ഭരണഘടനയെ അനുകൂലിച്ചിരുന്നില്ല. ഇന്നത്തെ BJP അന്ന് ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ അന്നത്തെ ഹിന്ദു മഹാസഭ, അതിനുശേഷമുള്ള ജനസംഘത്തെ പിന്താങ്ങുന്ന ഹിന്ദു മഹാസഭയുടെ പിന്നിൽ അണിനിരന്ന RSS ഒരിക്കൽ പോലും ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചിരുന്നില്ല. അവർ അതിനെ ശക്തമായി എതിർക്കുകയുണ്ടായി. ഇവിടുത്തെ BJP അല്ലെങ്കിൽ RSS അവർ ആഗ്രഹിച്ച ഭരണഘടന എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. ഈ രാജ്യത്തെ ഹിന്ദുത്വ വർഗീയതയ്ക്ക് വളമിടാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറ്റുന്നതിന് അനുയോജ്യമായ ഒരു ഭരണഘടനയാണ് അന്ന് ഹിന്ദു മഹാസഭയും RSSും ഒക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വിപരീതമായി ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയത്തിൽ നിന്നുകൊണ്ടാണ് ബാബാ സാഹേബ് അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സമിതി ഭരണഘടന തയ്യാറാക്കിയത്. അന്നു മുതൽ ഇന്ത്യൻ ഭരണഘടനയെ പലതരത്തിലും എതിർക്കുകയും അധികാരം കിട്ടിയപ്പോഴൊക്കെ ഭരണഘടനയെ അസ്ഥിരപ്പെടുന്ന തരത്തിലുള്ള സുപ്രധാനമായ വകുപ്പുകൾ പിൻവലിച്ചുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള വകുപ്പുകൾ എഴുതി ചേർക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. ശ്രീ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അവർ അത് ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ കാണുകയാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ കൈകടത്തുന്ന നമ്മുടെ ജനാധിപത്യവും മതേതരത്വം ഉൾപ്പെടെയുള്ള എല്ലാ ഭരണഘടനയിലെ എല്ലാ മൂല്യങ്ങളെയും തകർത്തുകൊണ്ട് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഭരണഘടനാ ശില്പിയായ ബാബാ സാഹേബ് അംബേദ്കർ ഈ ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം അംബേദ്കറെ എതിർക്കുക, അംബേദ്കറുടെ പ്രതിമകൾ തകർക്കുക, അംബേദ്കറുടെ രാജ്യത്തൊട്ടായുള്ള അംബേദ്കറുടെ പ്രതിമകളിൽ ചെരുപ്പുമാലകൾ അണിയിക്കുക, അങ്ങനെ അംബേദ്കറെ അവഗണിക്കുവാനും അംബേദ്കറെ ആക്ഷേപിക്കുവാനും എല്ലാ കാലത്തും BJPയും സംഘപരിവാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജനകോടികൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മഹത്തരമാണെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ജനകോടികളുടെ ഹൃദയങ്ങളിൽ അംബേദ്കർ ജീവിക്കുന്നു. അംബേദ്കർ ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു ഭരണഘടനാ വിദഗ്ധനായി ഭരണഘടനയുടെ ശില്പിയായി മാറിയത് അംബേദ്കർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാകാനുള്ള അവസരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയതുകൊണ്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ അംബേദ്കർ അല്ലാതെ മറ്റ് ആരെയെങ്കിലും ഒരുപക്ഷെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ചെയർമാനാക്കിയിരുന്നുവെങ്കിൽ മഹാനായ അംബേദ്കറെ എന്നറിയപ്പെടുന്നത് ഭരണഘടനാ ശില്പിയാണ് എന്നാണ്. ആ അവസരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അംബേദ്കർക്ക് നൽകിയത്. ഇപ്പോൾ BJP പറയുന്നത് എന്താണ്? അംബേദ്കറെ നമ്മൾ അപമാനിച്ചു, അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി, അംബേദ്കറെ പലതരത്തിലും കോൺഗ്രസ് അവമാനിച്ചുവെന്ന് കള്ളപ്രചരണം നടത്തുന്ന, വ്യാജ പ്രചരണം നടത്തുന്ന BJP വീണെടുത്ത് കിടന്ന് ഉരുളാൻ ശ്രമിക്കുകയാണ്. അംബേദ്കറും കോൺഗ്രസും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അംബേദ്കറെ
മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പ്രചരണം നടത്തുകയാണ്. നമുക്കറിയാം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ നേതാക്കന്മാർ തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അംബേദ്കറും ഗാന്ധിജിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അംബേദ്കറും നെഹ്റുവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അംബേദ്കറുടെ കഴിവ് അംഗീകരിച്ച് അദ്ദേഹത്തിനുള്ള നിയമ പാണ്ഡിത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന അത് തയ്യാറാക്കുവാൻ അതിന്റെ ചെയർമാനായിരിക്കേണ്ടത് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചത് കൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും അതുപോലെ തന്നെ അന്നത്തെ നേതാക്കന്മാർ തീരുമാനിച്ചത് കൊണ്ടാണ് ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായി മാറിയത്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെ നാം കുറിച്ച് പറയുമ്പോൾ മഹാനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറാണ് അതിന്റെ ശില്പി എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന എത്ര ശക്തമാണ്, എത്ര സുദൃഢമാണ്. നമ്മുടെ രാജ്യത്തോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ, നമ്മളോടൊപ്പം തന്നെ ഭരണഘടന രൂപീകൃതമായ പല രാജ്യങ്ങളും ഇന്ന് പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ എത്രയെത്ര ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ നേരിടുന്നത്. പാകിസ്ഥാൻ, അവിടെ ഭരണസ്ഥിരതയുണ്ടോ? നേപ്പാൾ ഭരണസ്ഥിരതയുണ്ടോ? ശ്രീലങ്കയിൽ ഭരണസ്ഥിരതയുണ്ടോ? അതുപോലെ തന്നെ തൊട്ടടുത്ത മാലിദ്വീപിൽ ഭരണസ്ഥിരതയുണ്ടോ? അതുപോലെ തന്നെ മ്യാൻമറിൽ ഭരണസ്ഥിരതയുണ്ടോ? നമ്മുടെ അയൽ രാജ്യങ്ങൾ പോലും ഇന്ത്യക്കൊപ്പം തന്നെ സ്വാതന്ത്ര്യമായി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബംഗ്ലാദേശ് നമ്മൾ കാണുന്നില്ലേ? അവിടുത്തെ പ്രസിഡന്റിനെ പുറത്താക്കിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്ത് നമ്മൾ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഭരണഘടന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ ഒന്നായി നിലനിർത്തുന്നത്, നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സ്ഥിരത ഉറപ്പാക്കുന്നത്, വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഒരു രാജ്യത്തെ ഈ രീതിയിൽ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന പൊളിച്ചെഴുതണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. അവരുടെ മനുസ്മൃതിക്ക് സമാനമായ ഒരു ഭരണഘടന ഉണ്ടായി ഈ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് രാജ്യസഭയിലും ലോക്സഭയിലും നടന്ന ഭരണഘടനയുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ BJPയിൽ നിന്നുണ്ടായ പ്രതികരണം. പ്രധാനമന്ത്രിയും അതുപോലെ BJP നേതാക്കന്മാരും ലോക്സഭയിൽ സംസാരിച്ച അങ്ങനെയാണ്. രാജ്യസഭയിൽ അമിത്ഷായുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് കടുത്ത അംബേദ്കർ വിരോധമാണ്. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, അംബേദ്കർ 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 എന്ന് പറയുന്നേക്കാൾ ദൈവത്തെ വിളിച്ചാൽ മോക്ഷം കിട്ടുമെന്നാണ്.